യൂട്യൂബ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും ഫ്രീസ് ആയ ചാനൽ നമുക്ക് അൺഫ്രീസ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. പുതിയ യൂട്യൂബ് ചാനലാണ്. ഈ പറഞ്ഞ 4 പോയിന്റുകളും മനസ്സിലാക്കി നിങ്ങളുടെ ചാനൽ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കുക. 400-500 വ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആവുന്നുണ്ടോ? ഇനി ഫ്രീസ് ആവുന്നുണ്ടെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കാം? ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നും അഥവാ ഫ്രീസ് ആണ് എങ്കിൽ അതിനെ എങ്ങനെ അൺഫ്രീസ് ചെയ്യാമെന്നും. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ കിട്ടിക്കൊണ്ടിരുന്ന വ്യൂസ് പെട്ടെന്ന് കുറയുന്നു, അതായത് 400 ഒരു വീഡിയോന് 400-500 വ്യൂസ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത് എങ്കിൽ പെട്ടെന്ന് അത് സ്റ്റക്കായി 10-50 വ്യൂസിൽ വന്ന് നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആണ് എന്നുള്ള കാര്യം. ഇത് കേട്ടിട്ട് നിങ്ങളാരും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം അങ്ങനെ ഫ്രീസ് ആയ ചാനൽ എങ്ങനെ അൺഫ്രീസ് ചെയ്യാമെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഒരു 3-4 ടിപ്സും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ടും ഫ്രീസ് ആയ ചാനൽ നമുക്ക് അൺഫ്രീസ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. ഞാനിവിടെ സൈഡ് സ്ക്രീനിലൂടെ കാണിക്കുന്നത് ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അവർക്ക് നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് അവരുടെ വ്യൂസ് ഡേ ബൈ ഡേ കുറയുകയും ചാനൽ ഫ്രീസ് ആവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഈ പറയുന്ന 3 മെത്തേഡ് അവരുടെ ചാനലിൽ പ്രയോഗിച്ചതിൽ കൂടെ അവരുടെ ചാനലിൽ പഴയതുപോലെ വ്യൂസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ ചാനലിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചാനൽ അൺഫ്രീസ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആണെങ്കിൽ വ്യൂസ് ഡ്രോപ്പ് ആവുകയും അതുപോലെ യൂട്യൂബ് റെക്കമെൻഡേഷനിലൂടെയും ബ്രൗസ് ഫീച്ചറിലൂടെയൊക്കെയുള്ള വ്യൂസ് ലഭിക്കാതെ വരികയും ചെയ്യും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും എൻ്റെ വ്യൂസ് ഇങ്ങനെ ഫ്രീസ് ആവുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഫ്രീസ് ആവുന്നത് എന്നുള്ള കാര്യം? ഒന്നാമത്തെ കാരണം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സെയിം കണ്ടന്റ്. ഇനി സെയിം കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു, വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരേ പാറ്റേണിൽ മാസങ്ങളായിട്ട് നമ്മൾ ഒരേ പാറ്റേണിലുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മുടെ വ്യൂവേഴ്സ് അത് സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഒരേ പാറ്റേണിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു, വ്യൂവേഴ്സിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ആ ഒരു വീഡിയോസ് ആയാലും ഷോർട്സ് ആയിരുന്നാലും സ്കിപ്പ് ചെയ്ത് പോവാറാണ് പതിവ്. ഇങ്ങനെ വരുമ്പോൾ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ കുറയും, പെട്ടെന്ന് നമ്മുടെ വ്യൂസ് സ്റ്റക്ക് ആവും. ഇനി ഇത് എങ്ങനെ അൺഫ്രീസ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ചേഞ്ച് ചെയ്യുക. പാറ്റേൺ ചേഞ്ച് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എഡിറ്റിംഗ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോയുടെ CTRഉം TTയും ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് കാണും എന്താണ് CTR എന്നും എന്താണ് TT എന്നും. CTR എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ അനലിറ്റിക്സിൽ കാണിക്കുന്ന ക്ലിക്ക് ത്രൂ റേറ്റിനെയാണ് CTR എന്ന് പറയുന്നത്. അപ്പോൾ CTR കൂടണമെങ്കിൽ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു തമ്പനെയിലും ടൈറ്റിലും ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മളൊരു ചാനൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, അതിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡേ ബൈ ഡേ നമ്മുടെ ചാനലിലും അതുപോലെ നമ്മുടെ എഡിറ്റിങ്ങിലും നമ്മുടെ വീഡിയോസിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ വ്യൂസ് കുറയുകയും നമ്മുടെ ചാനൽ ഫ്രീസ് ആവുകയും ചെയ്യും. ഈ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. ഒരു ദിവസം ഒരു 4 പോസ്റ്റെങ്കിലും അപ്ലോഡ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്യാച്ചിങ് ആയിട്ടുള്ള ക്യാപ്ഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ക്യാപ്ഷനോടൊപ്പം തന്നെ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോയുടെയോ ഷോർട്ടിന്റെയോ ലിങ്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം നമ്മുടെ ഒരു ഇമേജ് കൂടെ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക. ഇമേജ് ആഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോട്ടോ മറ്റൊരാളുടെ ഹോം പേജിൽ എത്തുമ്പോൾ അവരുടെ ശ്രദ്ധ അത് പിടിച്ചുപറ്റാൻ കഴിയണം. അതിലൂടെ നമ്മുടെ ക്യാപ്ഷൻ ശ്രദ്ധിക്കുകയും ലിങ്കിലൂടെ നമ്മുടെ വീഡിയോസ് കാണാനായിട്ടും ശ്രമിക്കണം. അതുവഴി നമ്മുടെ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ കൂടാനായിട്ട് കഴിയും. അങ്ങനെ ഫ്രീസ് ആയ ചാനൽ നമുക്ക് അൺഫ്രീസ് ചെയ്തെടുക്കാനും കഴിയും. അതുപോലെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ലൈവ് സ്ട്രീമുകൾ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും യൂട്യൂബ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് ലൈവ് സ്ട്രീമുകൾക്കാണ്. നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തുടർച്ചയായി ഒരേ ടൈമിൽ നിങ്ങൾക്ക് ലൈവ് സ്ട്രീം ചെയ്യാവുന്നതാണ്.
ഇനി നാലാമതായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് 1-2 വർഷത്തിൽ കൂടുതലായി എങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും ഒരു നല്ല വ്യൂസ് കിട്ടിയ വീഡിയോ സെലക്ട് ചെയ്ത് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് റീക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ 4 പോയിന്റുകളും മനസ്സിലാക്കി നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫ്രീസ് ആയ ചാനൽ നമുക്ക് അൺഫ്രീസ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരേ പാറ്റേണിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വ്യൂസ് കുറഞ്ഞു പോയ നിങ്ങളുടെ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന്റെ റീച്ച് കുറയും, യൂട്യൂബ് റെക്കമെൻഡേഷൻ കൊടുക്കാതെ വരും, ചാനൽ ഫ്രീസ് ആവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു തെറ്റ് ആവർത്തിക്കാതെ ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.